ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, സംഘടനാ സാരഥികളെ, ആദരണീയരായ മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അള്ളാഹുവിൽ തഖ്വയുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൻ്റെ പ്രമാണങ്ങളായി സ്വീകരിച്ച് തഖ്വയോടെ തൗബയോടെ അമലു സ്വാലിഹാത്തുകളിൽ മുഴുകി ഇഖ്ലാസുള്ള മുഹ്സിനുകളായി ജീവിക്കാനും മരിക്കാനും കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരലോകമുണ്ട്, മറക്കരുത് എന്ന പോസ്റ്റർ സമദ് സാഹിബ് എൻ്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്, മിസ്കാത്തി നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ട്, നിങ്ങൾ എന്നോടൊരു കരാറ് പറഞ്ഞിട്ടുണ്ട്, 30-ാം തീയതി വൈകുന്നേരം എരഞ്ഞിക്കൽ പള്ളിയിൽ കുടുംബസംഗമത്തിൽ പ്രസംഗിച്ചോളാം, ഇനി അതും ഇതും പറഞ്ഞ് ഒഴിവാകരുത്, കാരണം പരലോകമുണ്ട്,
മറക്കരുത് എന്നൊരു താക്കീതാണത് എന്നെനിക്ക് തോന്നിപ്പോയി. അതൊരു കേവലം സംഭാഷണ വിഷയത്തിൻ്റെ സംസാരത്തിൻ്റെ പ്രമേയം മാത്രമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. 5 കാര്യങ്ങൾ മറക്കുകയും 5 കാര്യങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കാലം മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ട് മുമ്പേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് യുഹിബ്ബൂനൽ ഹയാത്ത വയൻസൗനൽ മമാത്ത് എന്നാണ്. ജീവിതത്തെ അത്യധികം സ്നേഹിക്കുകയും മരണത്തെ മനഃപൂർവ്വം മാറ്റിവെക്കുകയും മറന്നതുപോലെ അഭിനയിക്കുകയും അല്ലെങ്കിൽ മറക്കുകയും ചെയ്യുന്ന മനുഷ്യർ ജീവിക്കുന്ന കാലം വരും. യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ്. പടപ്പുകളെ പരിധി വിട്ട് പലതിൻ്റെ പേരിലും സ്നേഹിക്കുകയും പടച്ചവനെ മറക്കുകയും ചെയ്യുന്ന കാലം വരും. യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. ദുനിയാവിനെ സ്നേഹിക്കുകയും പരലോകത്തെ മറക്കുകയും ചെയ്യുന്ന കാലം വരും. യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ. ഏത് വിധേനയും സമ്പത്തുണ്ടാക്കണം, അതിനെ പരിധി വിട്ട് സ്നേഹിക്കുന്ന ആളുകൾ വരും. അതുണ്ടായതെങ്ങനെ, അത് ചെലവഴിച്ചതെങ്ങനെയെന്ന് കണക്കു പറയേണ്ടി വരുന്ന നാൾ വരുമെന്ന് മറക്കുകയും ചെയ്യും അവർ. യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂർ എന്നാണ്. കൊട്ടാര സമാനമായ വീടുകളെ സ്നേഹിക്കുന്നവരാണവർ. പക്ഷേ ഖബറുകളെക്കുറിച്ച് അവർക്ക് ഓർമ്മയുണ്ടാവില്ല എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചത് വർത്തമാനകാല കേരളത്തിലെ മുസ്ലിമീങ്ങളെ ആണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പുള്ളത്. അതുകൊണ്ട് പരലോകമുണ്ട്, മറക്കരുത് എന്ന്. ഫറോവയുടെ കൊട്ടാരത്തിൽ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ആദ്യമായി പ്രബോധനത്തിന് ചെല്ലുന്ന സമയത്ത് ദേഷ്യം പൂണ്ട ഫിറഔൻ പറഞ്ഞു, ദറൂനി അഖ്തുൽ മൂസാ വൽയദഉ റബ്ബഹു ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനകും ഔ അൻ യുദ്ഹിറ ഫിൽ അർളിൽ ഫസാദ്. എന്നെ വിടുക, ഞാനിവനെ കൊല്ലാൻ പോവുകയാണ് എന്ന് ആക്രോശിച്ചപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് വഖാല റജുലുൻ മുഅ്മിനുൻ യക്തുമു മിൻ ആലി ഫിറഔന യക്തുമു ഈമാനഹു. അക്കൂട്ടത്തിൽ അത്രയും ദിവസം ഈമാൻ മറച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടെ ഒരു പ്രഭാഷണമാണ് നടത്തുകയാണ്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, യാ ഖൗമി ലക്കുമുൽ മുൽക്കുൽ യൗമ ലാഹിരീന ഫിൽ അർള് ഫമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ എന്ന്. യാ ഖൗം ലക്കുമുൽ മുൽക്കുൽ യൗമ ലാഹിരീന ഫിൽ അർള്. ഭൂമിയിൽ കുടുംബാധിപത്യമായി, സംഘടനാ സാരഥ്യമായി, സംഘടനയുടെ പിൻബലമായി, സമ്പത്തായി, ഉദ്യോഗമായി, സ്വാധീനമായി നിങ്ങളെ രക്ഷിക്കാനുള്ള, നിങ്ങളെ സഹായിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവയുടെ പിൻബലത്തിലാണ് നിങ്ങളിപ്പോൾ ഈ നിഗളിക്കുന്നത്. ഫമൻ യൻസുറുനാ മിൻ ബഅസില്ലാഹി ഇൻ ജാഅനാ. നാളെ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ വന്നു മൂടുന്ന ദിവസം
ആരുണ്ടാകും നിങ്ങളെ രക്ഷിക്കാൻ? യാ ഖൗം ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മത്താഅ വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. എൻ്റെ ജനങ്ങളെ, നിങ്ങളറിയണം, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മത്താഅ, ഇതൊരു കേവല വിഭവം മാത്രമാകുന്നു. ഇവിടെ ഈ പരിപാടിക്ക് ശേഷം വിളമ്പാനിരിക്കുന്ന വിഭവത്തെ പോലുള്ള തൊണ്ടയിൽ നിന്ന് താഴേക്കിറങ്ങിയാൽ പിന്നീട് ഒന്നുമല്ലാത്ത, അങ്ങനെയാണല്ലോ സംഭവം. നാവിൽ നിന്ന് രുചിമുകുളങ്ങൾക്കപ്പുറത്തേക്ക് കടന്നുപോയാൽ ഭക്ഷണമെല്ലാം ഒരുപോലെയാകുന്ന, നാവിൻ്റെ തുമ്പിലിരിക്കുമ്പോൾ മാത്രം സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥം പോലെ ഒരു നൈമിഷിക സുഖം മാത്രമാകുന്നു ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മത്താഅ. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഇതിനപ്പുറം ഒരു ലോകമുണ്ട്. അതാണ് ഖറാറിൻ്റെ, ശാശ്വതീകതയുടെ, അനശ്വരമായ, അനന്തമായ ലോകം. മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വമൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്. ജനങ്ങളെ, നിങ്ങൾ അറിയണം, മൻ അമില സയ്യിഅതൻ, ഇവിടെ അറിഞ്ഞോ അറിയാതെ ഒരു വീഴ്ച ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് തൗബയും ഇസ്തിഗ്ഫാറും നടത്തിയിട്ടില്ല എങ്കിൽ, അയാളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവൻ മൂടപ്പെട്ടിട്ടുമില്ല എങ്കിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അവന് മാപ്പാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ അവൻ ഒരു തിന്മക്ക് ഒരു ശിക്ഷയാണ് കിട്ടുക. എന്നാൽ വമൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ഈമാൻ നന്നാക്കി തൗഹീദുള്ളവനായി ശിർക്കിൽ നിന്ന് മാറി നിന്നോ ബിദ്അത്തില്ലാതെ സുന്നത്തനുഷ്ഠിച്ച് സത്യനിഷേധമോ നന്ദികേടോ അതിരുകവിയലോ ധിക്കാരമോ ഒന്നുമില്ലാതെ നന്മയിൽ ഉറച്ചു നിന്നൊരാൾ ജീവിച്ചാൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവർക്കതിന് പ്രതിഫലം എണ്ണത്തിൻ്റെ തോതിലല്ല, അവർക്കതിൻ്റെ പ്രതിഫലം കൊട്ടക്കണക്കിനാണ്, സ്വർഗമാണ്. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത അനുഗ്രഹങ്ങളാണ് അവനതിന് പ്രതിഫലമായി ലഭിക്കുക. ഇത് മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാമിൻ്റെ സന്നിധിയിൽ വെച്ച് ഫറോവയോടൊരാൾ നടത്തുന്ന പ്രബോധനമായി പരിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിൽ വന്ന 1.5 പേജ് നീളമുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ ചുരുങ്ങിയ 3-4 ആയത്തുകളുടെ അർത്ഥം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമുക്കറിയാം ഈത്തപ്പനയുടെ പട്ട വിരിച്ച് അതിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത് എന്ന്. 12-14 ഇഞ്ച് വലിപ്പമുള്ള കട്ടിയുള്ള കനമുള്ള മെത്തയിൽ കിടന്നുറങ്ങുന്ന നമ്മളും ഈത്തപ്പനയുടെ പട്ട വിരിച്ച് അതിൽ കിടന്നിരുന്ന നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മോഹിച്ചത്, ആഗ്രഹിച്ചത്, സ്വപ്നം കണ്ടത്, പ്രാർത്ഥിച്ചത് ഒരേ സ്വർഗലഭ്യതയ്ക്ക് വേണ്ടിയായിരുന്നു എന്നതാണ് ഇതിനിടയിലെ പൊരുത്തക്കേട്. നോക്കൂ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഈത്തപ്പന പട്ടയിൽ കിടന്നിട്ട് അവിടുത്തെ പുണ്യശരീരത്തിൽ ആ ഈർക്കിളിങ്ങനെ പതിഞ്ഞതിൻ്റെ ചുവന്ന പാട്, രക്തം തളം കെട്ടി നിൽക്കുന്ന പാട് ഇങ്ങനെ ഈർക്കിലിൻ്റെ രൂപത്തിലിങ്ങനെ കണ്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ,
ഞാൻ കിസ്റ കൈസർമാരുടെ കൊട്ടാകൊത്തളങ്ങൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ദുനിയാവിലെ കേവലം രാജാക്കന്മാർ മാത്രമാണ്. അവർക്കൊന്നും മരണാനന്തര ജീവിതമില്ല. പക്ഷേ അവരൊക്കെ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ കാണുമ്പോൾ മദീനയുടെ ചക്രവർത്തിയും ഇവിടുത്തെ പട്ടാളത്തിൻ്റെ ജനറലും ഇവിടുത്തെ എല്ലാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അതിനപ്പുറം അള്ളാഹുവിൻ്റെ ഖലീലും സ്വന്തക്കാരനും അന്തിമ പ്രവാചകനുമായ അങ്ങ് ഈ രൂപത്തിൽ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ അങ്ങേക്കൊരു നല്ല മെത്ത വാങ്ങിത്തരാം. നമ്മൾ കേട്ടതാണ്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള ഈ സമുദായം പഠിച്ചു വെക്കണം. അവിടുന്ന് പറഞ്ഞു, മാലി വലിദ്ദുനിയ യാ ഉമർ, യാ ഉമർ മാലി വലിദ്ദുനിയ മാ അന ഇല്ലാ കറാകിബ് യസ്തളില്ലു തഹത ശജറ. ഉമറേ, ഈ ദുനിയാവും ഞാനും തമ്മിൽ, കിസ്റ കൈസർമാർ ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. എന്നാൽ ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? മാലി മാ അന ഇല്ലാ കറാകിബുൻ യസ്തളില്ലു തഹത ശജറ. ഞാനൊരു വഴിപോക്കനാണ്. ഞാനൊരു വഴിപോക്കൻ മാത്രമാണ്. 95 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് എൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അത് എരഞ്ഞിക്കൽ കാലാകാലം കിടക്കാനുള്ളതല്ലല്ലോ. ആണോ? അല്ലേ? അല്ല. നിങ്ങളിവിടെ എരഞ്ഞിക്കൽ താമസിക്കേണ്ടവരും ഞാനും എൻ്റെ വണ്ടിയും ഈ പരിപാടി കഴിഞ്ഞാൽ ഈ നാട് വിടേണ്ടവനുമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ അന ഇല്ലാ കറാകിബിൻ യസ്തളില്ലു തഹത ശജറ. ഒരു മരച്ചുവട്ടിൽ മരുഭൂയാത്രക്കാരൻ ക്ഷീണം കൊണ്ട് തളരുമ്പോൾ ആ ക്ഷീണം മാറ്റാൻ അല്പമൊന്ന് വിശ്രമിക്കാനിരിക്കുന്നത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉമറേ? ആ യാത്രക്കാരൻ അയാളുടെ ക്ഷീണം തീർത്ത് വിശ്രമം കഴിഞ്ഞാൽ അയാൾ അവിടം വിട്ട് പോകും. പക്ഷേ ആ മരമോ അതിൻ്റെ തണലോ അയാൾ കൊണ്ടുപോകാറില്ല. മോമിനീങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തോരം വലിയ കെട്ടിടങ്ങളുണ്ട്, സ്വത്തുണ്ട്, മുതലുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ATM കാർഡുകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതുണ്ട്, അല്ലേ? മക്കളുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ജീവിച്ചു വന്നവരാണ്. പക്ഷേ ഒരു നാൾ, പ്രിയപ്പെട്ടവരെ, ഒരു നാൾ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ പറയാ, എൻ്റെ ഭാഷയിൽ പറയാ എന്താണെന്നറിയോ? ഇവരൊക്കെ നമ്മൾ ജനിച്ചു വീണ നാൾ മുതൽ മടിയിലിരുത്തി, കയ്യിലിരുത്തി, താരാട്ടുപാടി ചുമലിൽ വെച്ച് വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ സമ്പത്തും ആയുസ്സും ആരോഗ്യവും മുഴുവൻ വിനിയോഗിച്ച ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കൂടി നിന്ന് സ്വകാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുക എന്താണെന്നറിയോ? ഈ വാപ്പ മരിച്ചു കിട്ടില്ലല്ലോ, കൊണ്ടേ അടക്കാൻ എന്നാണ് അവർ ആലോചിക്കണതെന്നാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലായി വരില്ല അല്ലേ? നോക്കൂ, നിങ്ങൾ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു എനിക്കൊരു വലിയ വീടുണ്ടാക്കണമെന്നത്. സത്യമാണ് പറയാം, കള്ളക്കര പറയണ പരിപാടി എനിക്കില്ല. ഒരു വലിയ വീടുണ്ടാക്കുക എന്നത് എൻ്റെ നിലവാരത്തിനും വരുമാനത്തിനും അനുസരിച്ചൊരു വലിയ വീടുണ്ടാക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് ഞങ്ങൾ ആദ്യമായി കയറി താമസിച്ച ദിവസം ഇശാ നമസ്കരിച്ച് പള്ളിയിൽ നിന്ന് വന്ന് വീടിൻ്റെ സിറ്റ് ഔട്ടിലിരുന്ന് ഞാൻ പുറത്തേക്ക് കയറി നോക്കിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയോ? ഒരു മയ്യത്ത് കട്ടിലിങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ്. ഒരു മയ്യത്ത് കട്ടിലിങ്ങനെ ഇറങ്ങിപ്പോകുന്നു. അതിനുള്ളിൽ ഞാനാണ്. അതിൻ്റെ നാലറ്റത്ത് പിടിച്ചിരിക്കുന്നത് എൻ്റെ 4 സഹോദരന്മാരാണ്. അതിൻ്റെ മധ്യത്തിൽ പിടിച്ചിരിക്കുന്നത് എൻ്റെ മകനും മകളുടെ ഭർത്താവുമാണ്. കൂടെ പോകുന്നത് എൻ്റെ പേരമക്കളാണ്. ഇവരെവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. ഇവരതിനു മുമ്പ് എന്താണ് ചെയ്തത്? ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തിട്ടുണ്ടാകും? വാപ്പയുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് അവസാന ശ്വാസം പോയ ആ സെക്കൻഡിൽ അവർ ഓരോരുത്തർ എൻ്റെ ATM കാർഡുകൾ സ്വന്തമാക്കി, മൊബൈൽ സ്വന്തമാക്കി, എൻ്റെ കുപ്പായം അവരഴിച്ചു, എൻ്റെ തലയണ അവർ വലിച്ചു, എൻ്റെ കട്ടിലിൽ നിന്ന് അവരെന്നെ ഇറക്കി കിടത്തി. എന്താ അർത്ഥം? വാപ്പാക്ക് ഇനി ATM കാർഡിൻ്റെ ആവശ്യമില്ല. വാപ്പഞ്ഞി കിടന്നാൽ ഈ കട്ടിൽ കേടാവും. ഈ തലയണം ഇനി വാപ്പ കിടക്കാൻ പാടില്ല. ഈ തുണി ഇനി വാപ്പാക്ക് വേണ്ട. ഈ കുപ്പായ ഇനി വാപ്പാക്ക് വേണ്ട. മോമിനിങ്ങളെ, വാപ്പാക്ക് കിടക്കാൻ പള്ളിക്കെന്നൊരു കട്ടിൽ വേറെ കൊണ്ടുവരാൻ ചെയ്ത് സ്റ്റീല്. ആണോ അല്ലേ? ആലോചിച്ച് നോക്ക്. ആർക്കു വേണ്ടിയാണ് ഈ സമ്പാദ്യം? ആർക്കു വേണ്ടിയാണ് ജീവിതം?
ഇവരൊക്കെ കൂടെ നമ്മുടെ ഉടുതുണി അഴിച്ച് മാനം കെടുത്തി ആരുടെയോ ഔദാര്യം പോലെ മക്കളുടെയോ അയൽപ്പക്കത്ത് നിന്നോ ഒരു വെള്ളത്തുണി കൊടുത്ത് ഇവിടെ പൊറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വാണയി കിടന്നോട്ടേനാ നിഷ്കാത്തികളുടെ ചിന്തയാണ്. നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൂടെ കൂടിയാൽ മതി. എനിക്കൊരു നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാതെ എനിക്കൊരു നിർബന്ധമില്ല. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാനിപ്പോൾ വർഷങ്ങൾ മെനക്കെട്ടിട്ട് ഈ വീടുണ്ടാക്കിയത് ആർക്കു വേണ്ടിയാണ്? സത്യസന്ധമായി ഞാൻ പറയാ, 4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ ആദ്യത്തെ അഭിപ്രായം എന്താണെന്നറിയോ? ഓൻ്റെ ബെഡ്റൂം ഇടിച്ച് പൊളിക്കണം, അത് പുതിയ സംവിധാനത്തിലാക്കണം. ആലോചിക്കണ്ടോ? അവൻ്റെ ബെഡ്റൂം പുതിയ രൂപത്തിലും ഭാവത്തിലും പുതിയ കാലത്തെ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാക്കണം. CA-കാരനാണ് അവൻ. ഞാൻ ഉണ്ടാക്കിയ റൂമിന് അവൻ്റെ സൗകര്യങ്ങൾ പോരാ. മോമിനിങ്ങളെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ മുടക്കിയ പണം ഒന്നുമല്ലാതായി പോകുന്നത്, അവിടെ എൻ്റെ മകൻ്റെ താല്പര്യങ്ങൾ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അല്ലേ? ഞാൻ ഈ പണമുണ്ടാക്കിയ വഴിയെക്കുറിച്ച് ഞാൻ അന്നും ആലോചിച്ചില്ല, ഇന്നും ആലോചിച്ചിട്ടില്ല എങ്കിൽ ഇതെൻ്റെ മുമ്പിൽ ഇടിച്ച് പൊളിപ്പിക്കപ്പെടുന്നത് യോഗിയുടെ ബുൾഡോസർ രാജല്ല. ആണോ? അല്ല, ഇത് അവനവൻ്റെ വീട്ടിൽ നടക്കുന്ന സംഗതിയാണ്. നമ്മൾ ആർക്കു വേണ്ടിയാണോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ നമ്മുടെ ഉടുമുണ്ടടക്കം അടിച്ച് പൊളിച്ച് വാപ്പയുടെ വണ്ടികൾ 3-4 എണ്ണം പോർച്ചിൽ കിടക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ കൂടെ പണ്ടെന്നോ പള്ളി കമ്മിറ്റി മേടിച്ച് വെച്ച് ഇളകിയാൽ കറയെന്ന് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പഴയ വണ്ടിയാണ് വന്നത്. ആണോ? വാപ്പ വലിയ ബാത്റൂം ഉണ്ടാക്കിയിട്ട് ടബ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സ്വിച്ചിട്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ബാത്റൂമുണ്ട്, വാഷ് ചെയ്യാനുള്ള കുളിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ അതിന് വന്നതും പുറത്തുനിന്നാണ് സാധനം. ആണോ? ആണ് അല്ലേ? ഈ പണിയെടുത്തതൊക്കെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് എന്നതുപോലെ നമ്മുടേതല്ലാതാകുന്ന ഒരു നിമിഷം ഏത് സെക്കൻഡിലും വരാം. പരലോകമുണ്ട്, എന്താ ബാക്കി മറക്കരുത്. അല്ലേ? ഏത് സെക്കൻഡിലും വരാം, ആർക്കും വരാം, എനിക്കും വരാം, നിങ്ങൾക്കും വരാം. നോക്കൂ, ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഭാര്യയുടെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, എൻ്റെ മുതിർന്ന 2 ജ്യേഷ്ഠന്മാർ മരിച്ചു, ഒരു സഹോദരി മരിച്ചു, എൻ്റെ താഴെയുള്ള ഒരു പെങ്ങൾ മരിച്ചു, എൻ്റെ മോളും മരണപ്പെട്ടു. ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. എനിക്കിപ്പോഴും മരിക്കണമെന്ന് തോന്നൽ വന്നിട്ടില്ല എങ്കിൽ, എനിക്കെൻ്റെ മരണം എങ്ങനെയാവണം എന്ന് ആഗ്രഹിക്കാൻ പോലും ഇപ്പോഴും സമയമായിട്ടില്ല എങ്കിൽ, അല്ലേ, എൻ്റെ മാതാപിതാക്കളുടെ വഴിയെ ഞാനും പോകേണ്ടി വരും എന്ന ചിന്ത എനിക്ക് വേണ്ട. പക്ഷേ എൻ്റെ മകൾ എന്നെക്കാൾ എത്രയോ പ്രായക്കുറവായിരുന്നു അവൾക്ക്. 2013 നമ്മുടെ സമ്മേളനത്തിൻ്റെ ആ സമയത്ത് അവൾ മരണപ്പെട്ടു പോയി. എന്നിട്ടും 10 വർഷത്തിനിപ്പുറം 12 വർഷത്തിനിപ്പുറവും മരിക്കണമെന്ന് ഉസ്മാന് തോന്നിയില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? നിനക്ക് ഞാൻ ആയുസ്സു തന്നിരുന്നില്ലേ? നിനക്ക് ഞാൻ ആവശ്യമായ സൗകര്യങ്ങൾ തന്നതോടുകൂടി തന്നെ ഓർമ്മപ്പെടുത്താനുള്ള, മരിക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്താനുള്ള സൗകര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കി തന്നിരുന്നില്ലേ? എന്നിട്ട് നീ എന്ത് ചെയ്തു? ഇപ്പൊ നീ പറയാണല്ലോ, അല്ലേ, ഇത്രയും കാലം ഒരു ഓർമ്മ ഉണ്ടായാലും പഠിച്ചവരെ ഇനി നന്നായിക്കോടാ, ഒന്നിങ്ങോട്ട് മാറ്റിയിട്ട് തന്നാല് ഒരു കുറച്ച് സമയം കൂടി ഒന്ന് ബാക്കി വെച്ച് തന്നാൽ നന്നായിക്കോടാ, അല്ലേ? അങ്ങനെയല്ലേ? ലഅല്ലി സ്വാലിഹൻ ഫീമാ തറക്തു, ഇത്രയും കാലം ചെയ്യാതെ പോയതെല്ലാം ചെയ്തു കൊള്ളാം. അല്ലാന്റെ മറുപടി എന്താ അറിയങ്ങൾ? കല്ല, ഓൻ ചെയ്യാൻ വേണ്ടി പറയണതല്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് കുറെ കാലമായിട്ട് അവന് പറഞ്ഞു പരിചയിച്ചാണ്. പലരും പറ്റിക്കാൻ വേണ്ടിയിട്ട് സിഗരറ്റ് വലി ഇന്ന് നിർത്തിക്കോളാം, നാളെ നിർത്തിക്കോളാം എന്ന് പലവട്ടം പറഞ്ഞലാ. വെറ്റില മുറിക്കലിന് അങ്ങനെ പറഞ്ഞലാ. അവിടെ പോക്ക് നിർത്തിക്കോളാം, അത് കാടൽ നിർത്തിക്കോളാം, അടുത്ത റമലാൻ വന്നാൽ പിന്നീട് ഒന്നും ഉണ്ടാവില്ല എന്ന് എല്ലാ റമലാനിലും തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. കൊരങ്ങം പെരകേറ്റിട പോലെയാണെന്ന് മാത്രം, അല്ലേ? ഉമ്മ പറഞ്ഞതിന് ഇന്നെ ഇപ്പം കളിയാക്കാനേ ഓൻ്റെ എല്ലാ കാര്യങ്ങളും കൊരങ്ങം പെരകേറ്റിട മാതിരിയാണ്. പലവട്ടം അത് ചോദിച്ചപ്പോൾ ഞാൻ ഉമ്മാനോട് ഇന്നമ്മ ഈ കൊരങ്ങൻ്റെ പെരകേറ്റലിൻ്റെ പ്രത്യേകത അതോ
എല്ലാ മഴക്കാലത്തും മരക്കൊമ്പിലിരുന്ന് മഴ ഇങ്ങനെ കൊണ്ട് വിറക്കുമ്പോൾ കുരങ്ങൻ വിചാരിക്കും ഈ മഴക്കാലം കഴിഞ്ഞാൽ ഞാനൊരു നല്ല പെരണ്ടാക്കും, അടുത്ത കൊല്ലത്തെ മഴ ഞാൻ ഏതായാലും കൊള്ളൂലാൽ. മഴയാണ് പോയാൽ കുരങ്ങൻ പിന്നെ മഴ കൊണ്ടെന്നും മറന്നിട്ടുണ്ടാകും, ഇനി മഴ വരാണ്ട് എന്നും മറന്നിട്ടുണ്ടാകും, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും മറന്നിട്ടുണ്ടാകും. അതേപോലെ ആവരുത് മുസൽമാൻ, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, അഅദറല്ലാഹു ഇംറഅൻ അതാല ഉംറുഹു 60 ആമ, 60 കൊല്ലം ജീവിക്കാനിടയായ ഒരാൾക്ക് വിചാരണ ചെയ്യുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും നൽകുകയില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ, എനിക്ക് 60 വയസ്സ് തികഞ്ഞിട്ടേ, എനിക്ക് 60 വയസ്സ് തികയണത് ജൂൺ 31-നാണ്. ജൂലൈ 1 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പം ഞാൻ എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ ജൂലൈ 1 എൻ്റെ ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരും മാത്രമുള്ള ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് എനിക്ക് 60 വയസ്സ് തികഞ്ഞു എന്ന ന്യൂസ് ഒരു വാർത്ത ഇട്ട്, ഒരു മെസ്സേജ് ഇട്ട്. ആരും പ്രതികരിച്ചില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പൊന്നാരൻ ചങ്ങായിമാരെ, നിങ്ങളെന്തും മനുഷ്യന്മാരാ, നിങ്ങളൊന്നും പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ എന്തിനു പ്രാർത്ഥിക്കണമെന്ന് വെച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞ് 10-60 വയസ്സായില്ലേ, എനിക്കൊരു ബേജാറ് തുടങ്ങിയിട്ട് നിങ്ങളെന്തെങ്കിലും ഒരു സമാധാനിപ്പിക്കുമെന്ന് വിചാരിച്ചു പറഞ്ഞാണ് ഞാൻ. അപ്പം നേരെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഓ എൻ്റെ ജ്യേഷ്ഠൻ, അതിനിപ്പോൾ എന്താ പേടിക്കാൻ, എനിക്ക് 60 വയസ്സാണ്, ഇതിൻ്റെ 2 കൊല്ലം മുമ്പ് എനിക്കയക്കണം. മൂത്ത ജ്യേഷ്ഠൻ എനിക്ക് 60-ലായിട്ടുള്ളൂ, എനിക്ക് 68ആയി. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഗ്രൂപ്പിലേ, പിന്നെ ഞാനിത് ബേജാറെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, മരിക്കാനുള്ള ബേജാറല്ല, ഇപ്പോൾ ബേജാറായിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ പടച്ചോനൊരു വിട്ടുവീഴ്ചയും തരൂലാന്ന് പറഞ്ഞ പ്രായം കഴിഞ്ഞു എന്നാണ് ഞാനീ പറഞ്ഞത്. പിന്നെ ഗ്രൂപ്പിൽ ഒറ്റ ആളാ വിഷയം ഉണ്ടില്ല. കാരണം എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ, എൻ്റെ അനിയത്തി അല്ലാത്ത എല്ലാവരും എൻ്റെ മേലെയാണ്. മുഴുവനൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് എന്താണ് ഇത് പ്രയാസമുള്ള, ഇത് വെറുതെ വിടുന്ന കാര്യമല്ല, ഇത് വെറുതെ പോണ കാര്യമല്ല. ഇത് അത്യപകടകരമായൊരു സാഹചര്യത്തിലേക്കാണ് ഇതിൻ്റെ നീക്കുപോക്കുകളുള്ളത്. ഒരു പിടിച്ച് പിഴിയലിരിക്കുന്നു, ഒരു കുത്തിപ്പിഴിയലിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളല്ലേ വിചാരണ ചെയ്യപ്പെടുന്നവരൊക്കെ, വിചാരണ ആരെങ്കിലും വിചാരണ ചെയ്താൽ അവരൊക്കെ നശിച്ച് അവരൊക്കെ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്? അള്ളാഹിൻ്റെ കിതാബിലുണ്ടല്ലോ ഹിസാബ് യസീർ, ലളിതമായ വിചാരണ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലോ, അത് ഒരു സ്വർഗത്തിൽ പോകുമെന്നും പറയുന്നുണ്ടല്ലോ. നിങ്ങളിതാ പറയണേ മന്നൂക്കിശ എന്ന് നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം അത് തമ്മിൽ എങ്ങനെ യോജിച്ച് പോവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആയിഷ, അത് വിചാരണയൊന്നുമല്ല, ഈ ലളിതമായ വിചാരണ ഉണ്ടല്ലോ, ഇന്നമാ ദാലിക്കൽ ആർള്, അതിങ്ങനെ പേജ് ഇങ്ങനെ മറിഞ്ഞിങ്ങനെ പോകലാണ്. അതിങ്ങനെ പേജ് ഇങ്ങനെ മറിഞ്ഞിങ്ങനെ പോകലാണ്. ഏതെങ്കിലും ഒരു പേജ് മറിയാൻ മടിച്ച് അവിടെ നിന്നാൽ പെട്ടു. ആ മറിയാൻ മടിക്കണ പേജ് എന്തായിരിക്കും? അവിടെയാണ് നമ്മളുടെ തിന്മകൾ രേഖപ്പെടുത്തിയ പേജ് ഉണ്ടാവുക എന്നതിൻ്റെ അർത്ഥം. എൻ്റെ മോമിനികളെ, നമ്മൾക്ക് ഇന്ന് ആ വിചാരണ ഗ്രന്ഥം കയ്യിൽ കിട്ടുക എത്ര പേജ് മറിയാണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. മറിയാത്തത് ഉണ്ടാവുന്നില്ല, മറിയണ പേജ് എത്ര ഉണ്ടാവും? നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ജാസിയയിൽ 2 ആയത്താണ് ഞാൻ ഓതി വെച്ചത്. എന്താ അറിയോ? വഖീലൽ യൗമ നൻസാകും കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ വമഅവാകുമുൻ നാർ വമാ ലകും മിൻ നാസിരീൻ. അതിന് മുമ്പ് എന്താ പറയുക? വബദാലഹും സയ്യിആതു മാ അമിലൂ വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. മുട്ടുകുത്തി വതറാ കുല്ല ഉമ്മത്തിൻ ജാതിയ കുല്ലു ഉമ്മത്തി യുദ്ആ ഇലാ കിതാബിൽ കിതാബ് എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ജാതിയ. ഓരോ മനുഷ്യനും മുട്ടുകുത്തി റുക്കോഴ് ചെയ്യുന്ന രൂപത്തിൽ റബ്ബിൻ്റെ മുമ്പിൽ എത്തി നിൽക്കുന്നത് കാണാം. അങ്ങനെ നിന്ന സമയത്ത് അല്ലാഹ് പറയാ അവരോട്, അവർക്ക് മുമ്പിൽ വെളിപ്പെട്ടു വരും സയ്യിആതു മാ അമിലു,
പരസ്യമായും രഹസ്യമായും ആരും കാണാതെ, വാപ്പയമ്മ അറിയാതെ, ഭർത്താവ് അറിയാതെ, ഭാര്യ അറിയാതെ, മക്കളറിയാതെ, കുടുംബങ്ങളറിയാതെ, നമ്മുടെ കൂട്ടുകാരറിയാതെ, സംഘടനാ പ്രവർത്തകരറിയാതെ, സഹപ്രവർത്തകരറിയാതെ നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചാലും പുതിയ ഒളിപ്പിക്കൽ അവിടെയാണല്ലോ അല്ലേ? പണ്ട് നമ്മൾ ഒളിപ്പിച്ച് വെച്ചത് വേറെ കുറേ ലളിതമായ സംഗതികളായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികളെ ക്ലൗഡ് സ്റ്റോറേജിൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായിട്ടാണ് ഒളിപ്പിച്ച് വെക്കണത്. അത് കിട്ടൂലാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് മോനെ പഠിപ്പിക്കുന്ന സംഗതി എന്താണ്? എൻ്റെ പിന്നാലെ മക്കൾ പഠിക്കാനാ, ചെറുപ്പക്കാർ പഠിക്കാനാ, എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പഠിക്കാനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ വാപ്പാനും പറ്റിക്കണത് പോലെ എന്നെ പറ്റിക്കാൻ പറ്റൂല. യാ ബുനയ്യ ഇന്നഹാ ഇൻദകും മിത്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. പൊന്നുമോനെ പഠിച്ചു വെച്ചോ, ഇന്നഹാ ഇൻദകും മിത്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, നീ ചെയ്യുന്ന പ്രവൃത്തി അത് വാക്കാവാം, വിചാരമാവാം, ചിന്താഗതിയാവാം, അത് കർമ്മമാവാം, തോണ്ടലാകാം, പിടിക്കലാവാം, കാണലാവാം, കേൾക്കലാവാം, എന്തുമാവാം. അത് ഇന്നഹായിന്ദക്കും ഇസ്കാര ഹബ്ബത്തി മിൻ ഖർദലിൻ, അതൊരു അണുവിനോളം അല്ലെങ്കിൽ ഒരു മൈക്രോബിനോളം, ഒരു സെല്ലിനോളം, ഒരു തന്മാത്രയോളം, ഒരു ആറ്റത്തോളം, ഒരു നാനോ പോയിന്റിന് താഴെയാണെങ്കിൽ പോലും ഫതകും ഫീ സഖറത്തിൻ, അത് ഏത് കരിമ്പാറക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ചാലും, ഔ ഫിസ് സമാവാതി, അത് ക്ലൗഡ് സ്റ്റോറേജിലാണെങ്കിലും, ഔ ഫിൽ അർളി, അത് പാതാളത്തിൽ കൊണ്ടുപോയി കെട്ടിത്താത്തി ഒളിപ്പിച്ചു വെച്ചാലും, യഅതി ബിഹല്ലാഹ്, അല്ലാഹ് കൊണ്ടുവരും, തിരിച്ചു പിടിക്കും. അല്ലാഹു തിരിച്ചു പിടിക്കും. മാനെ ആ ഒരു ഓർമ്മ ഉണ്ടായിക്കോട്ടെ. സൂറത്ത് റഅദിൽ അത് പറയാനറിയോ? സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ. അത് സവാഉം മിൻകും മൻ അസറൽ ഖൗല, നിങ്ങൾ രഹസ്യം പറഞ്ഞാലും, വമൻ ജഹറ ബിഹി, അങ്ങാടി കയറി ഒച്ചമുടി കൂക്കുമ്പോൾ ഉണ്ടാക്കിയതാണെങ്കിലും, വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി, അത് നട്ടപ്പാതിരാക്കി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ചെവിയിൽ ഈ സാധനം എന്താണെങ്കിൽ പറയാ, ഇയർബഡ്സ് തിരികിയിട്ട് ബെഡ്റൂമിൽ അടച്ചു പൂട്ടി പരമ രഹസ്യമായി ചെയ്തതാണെങ്കിലും, അല്ല പിന്നെ സാരിബും ബിന്നഹാർ, പട്ടാപ്പകൽ അങ്ങാടി മധ്യത്തിൽ ചെയ്തതാണെങ്കിലും, സവാഉം മിൻകും, അല്ലാഹ്ക്കത് ഒരേ മാതിരിയാണ്. കഴിഞ്ഞ് അല്ലാഹ്ക്കത് ഒരേ മാതിരിയാണ്. മറക്കരുത്. ഏത്? പരലോകമുണ്ട്, മറക്കരുത്. ദാറുൽ ഫനാ, മതാഉൽ ഖുറൂർ, മതാഉൻ ഖലീൽ എന്നിങ്ങനെയാണ് അള്ളാഹു ദുനിയാവിനെ പരിചയപ്പെടുത്തിയത്. എപ്പോഴും നശിച്ചു പോകാവുന്നത്, താൽക്കാലികമായ വിഭവം, വളരെ തുച്ഛമായ വിഭവം എന്നിങ്ങനെയാണ് ദുനിയാവിനെ പരിചയപ്പെടുത്തിയത്. എന്നാൽ ദാറുൽ ഖുൽദ്, ദാറുൽ ബഖാ എന്നാണ് പരലോകത്തെ പരിചയപ്പെടുത്തിയത്. ദാറുസ്സലാം, സമാധാനം, തികഞ്ഞ സമാധാനം സദാകാലവും ലഭിക്കുന്ന ഇടം, ശാശ്വതീകത്വത്തിൻ്റെ അനന്തകോടിക്കാലം ജീവിക്കാവുന്ന അനശ്വരമായ ലോകം. ദാറുൽ ജസാ, പ്രതിഫലത്തിൻ്റെ ലോകം. ദാറുൽ ഇഖാബ്, ശിക്ഷയുടെ ലോകം എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്, തിരുസുന്നത്ത് പരിചയപ്പെടുത്തിയത്. ഇത് ദാറുൽ അമൽ, പ്രവർത്തിക്കാനുള്ള ലോകം. അത് ദാറുൽ ജസാ, റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ലോകം. അത് മുഅ്മിനീങ്ങൾ. എന്താണ് അതിൻ്റെ കാരണം എന്നറിയുന്നത്? ബദാലഹും സയ്യിഅമാതു അമിലു വഹാഖ ബിഹിം, അവരെ കുടിക്കണോ? ചായ കുടിക്കണോ? ഒരു ഖാദിമിനെ എനിക്ക് അംഗീകരിക്കൂല. എനിക്ക് ചെയ്യാൻ
വല്ലതും ഉണ്ടോ? സ്പൂണുണ്ടോ അവിടെ? ആ ബാങ്ക് കൊടുക്കും. ഇത് ബാങ്ക് കഴിയുന്നവരേക്കുള്ള لا إله إلا الله اللهم صل على اللهم بارك على محمد وعلى آل محمد മാറ്റി മുഹമ്മദ് റസൂൽ. അപ്പോൾ സഹോദരങ്ങളെ, ഈ ദുനിയാവ് എന്നത് നമുക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഇതിനപ്പുറമുള്ള ലോകം എന്നത് അതിൻ്റെ പ്രതിഫലം അനുഭവിക്കാനുമുള്ളതാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ആ ലോകത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവുക, അത് അടിസ്ഥാനപരമായ നമ്മുടെ അറിവിൻ്റെ ഭാഗമാണ്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വജഅലി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, എനിക്ക് ദുനിയാവിലുള്ള ആഗ്രഹം ഒന്നു മാത്രമാണ്, ഒരേ ഒറ്റ കാര്യം മാത്രം. എന്തറിയോ? വജഅൽനി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ മരണപ്പെട്ടേക്കാം, എന്നെക്കുറിച്ച് ഓർക്കാൻ ഏത് കാലത്ത് ആര് ശ്രമിച്ചാലും നല്ലത് മാത്രം അവർക്ക് ഓർമ്മയിൽ കിട്ടുന്ന രൂപത്തിൽ ശുദ്ധമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ദുനിയാവിൽ സമ്പത്ത് വേണം, പദവി വേണം, മറ്റു സ്വാധീനങ്ങൾ വേണം, പിൻബലം വേണം, ചുറ്റുപാടുകളിൽ ആൾ വേണം, എന്നിട്ടിങ്ങനെ വലിയ ആളായി നിൽക്കണമെന്ന് ആഗ്രഹമല്ല. അദ്ദേഹത്തെക്കുറിച്ച് താരീഖ് തബ്രീലും ഇബ്നു കസീറിലും പിന്നെ സീറത്ത് ഇബ്നു ഇസ്ഹാഖൊക്കെ വായിച്ചാൽ കാണുന്ന ഒരു സംഗതി, 195 വർഷമാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതകാലം. ഈ 195 വർഷങ്ങൾക്കിടയിൽ 11ാമത്തെ വയസ്സിലാണ്, 16ാമത്തെ വയസ്സിനും 11നും ഇടയിലാണ് വാപ്പ അദ്ദേഹത്തെ ആട്ടി ഓടിക്കുന്നത്. അക്കാലം മുതൽ ഈ 1.25 നൂറ്റാണ്ട് കാലത്തോളമുള്ള ജീവിതത്തിൽ മാനം മര്യാദക്കൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. നിരന്തര പ്രബോധന പ്രവർത്തനങ്ങൾ, നിരന്തര യാത്രകൾ. അദ്ദേഹത്തിൻ്റെ രൂപം പറയുന്നിടത്ത് കാണാം ഒരു ഭാണ്ഡക്കെട്ടും കയ്യിലൊരു വടിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഭാണ്ഡക്കെട്ടിൽ വിഭവങ്ങളൊന്നുമല്ല, ഒരൊട്ടകത്തിൻ്റെ ഉണങ്ങിയ തോലായിരുന്നു അത് ചുരുട്ടിക്കൂട്ടി കെട്ടിവെക്കലാണ്. വടി എന്തിനാണ്? അദ്ദേഹത്തിന് കുത്തി നടക്കാനും ക്ഷീണം തോന്നുമ്പോൾ അത് മണലിൽ കുത്തിത്താഴ്ത്തി അതിന് മുകളിൽ ആ ഒട്ടകത്തോല് വിരിച്ച് ഒന്ന് മയങ്ങാനുമുള്ളതായിരുന്നു. ആ മയക്കം കഴിഞ്ഞാൽ അദ്ദേഹം എഴുന്നേറ്റ് പോകും. നയാ പൈസ
നയാ പൈസ സമ്പാദിക്കാൻ ആഗ്രഹിക്കാത്ത മഹാനവറുകളുടെ ദുനിയാവിലെ ഒരേ ഒരാഗ്രഹം എന്നെക്കുറിച്ച് ഏത് കാലത്ത് ആർക്കെന്ത് പറയാനുണ്ടെങ്കിലും അത് നല്ലത് മാത്രം പറയാൻ കഴിയുന്ന രൂപത്തിൽ, മോശപ്പെട്ട യാതൊന്നും എന്നെക്കുറിച്ച് ആർക്കും ഓർക്കാൻ കിട്ടാത്ത രൂപത്തിൽ ശുദ്ധമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകണമേ എന്നാണ്. മുഅ്മിനീങ്ങളെ, മിസ്കാത്തി ഇപ്പം മരണപ്പെട്ടാൽ വേണ്ട, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളത് നോമിനേഷൻ കൊടുത്തു നോക്കാണി. എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നാട്ടുകാർ പറയുന്നത് കേൾക്കാം. ഒരു നന്മയും നാട്ടുകാർ പറയില്ല. എന്തൊക്കെയാണോ ജീവിതത്തിൽ സംഭവിച്ചത് അത് മുഴുവനും എടുത്തു പറയും നാട്ടുകാർ. അതിലെത്ര നന്മ ഉണ്ടാകും. സ്വന്തം പാർട്ടിക്കാരല്ലാതെ, സ്വന്തം അനുയായികളല്ലാതെ ആരാണ് നമ്മളെക്കുറിച്ച് നന്മ പറയാനുണ്ടാവുക എന്നത് ഒന്നാലോചിക്കേണ്ടതുണ്ട്. ആ ആലോചന വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാവേണ്ടത് എന്തിനു വേണ്ടിയാണെന്നറിയോ? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു മഹത്തായ വചനം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഇരിക്കുന്ന സദസ്സിലൂടെ, അതിനരികിലൂടെ ഒരു മയ്യത്തുമായി ആളുകൾ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ സ്വഹാബികൾ അതിനെക്കുറിച്ച് നല്ല മനുഷ്യനായിരുന്നു, വളരെ നല്ല ആളായിരുന്നു, ആർക്കും ഉപദ്രവമൊന്നും ചെയ്തിരുന്നില്ല എന്നിങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വജബത് ഉറച്ചു എന്ന് പറഞ്ഞു. എന്തുറച്ചു എന്ന് പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരാളുടെ മയ്യത്തുമായി കടന്നു പോകുമ്പോൾ ആളുകൾക്ക് അയാളെക്കുറിച്ച് മോശം മാത്രമേ പറയാനുള്ളൂ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വജബത്, അതും ഉറച്ചു എന്നർത്ഥം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞെന്ന് ചോദിച്ച്, നബിയെ, നിങ്ങളിപ്പോൾ നാളും പറഞ്ഞ് ഇന്നും പറഞ്ഞ് എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻ അസ്നൈതും അലാ അഹദിൻ ഖൈറൻ, നിങ്ങൾ ആരെങ്കിലും ഒരാളെക്കുറിച്ച് മരണശേഷം നല്ലത് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ച് അയാളുടെ മരണശേഷം നല്ലതേ നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുള്ളൂ എങ്കിൽ വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം ഉറച്ചു. അല്ല വൈൻ അസ്നൈതും അലൈഹി ശർറാ, നിങ്ങൾക്ക് ആ മയ്യത്തിലെ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് മോശമായത്, ചീത്തയായതാണ് നിങ്ങളുടെ ഓർമ്മയിൽ കിട്ടുന്നതും പറയാനുള്ളതുമെങ്കിൽ വജബത്ത് ലഹുൻ നാർ, അയാൾക്ക് നരകമുറച്ചു എന്നതിൻ്റെ സൂചനയാണത്. ലഅൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് നിങ്ങൾ. നിങ്ങളുടെ നിലപാട് അവിടെ പരലോകത്ത് വിചാരണയെ സ്വാധീനിക്കും. നോക്ക് നിങ്ങൾ, നമ്മളിപ്പോൾ നാട്ടിൽ പറയുന്നറിയോ, മനുഷ്യനെ പിടിച്ചിട്ട് മോശമൊന്നും പറയാൻ പാടില്ല എന്നാ. പറയാനില്ലായിട്ടല്ല അല്ലേ, പറയാനില്ലായിട്ടല്ല. മരിച്ച ആളെക്കുറിച്ച് മോശമൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നന്മ പറയാനാ. അവിടെ എന്തുണ്ട്? നമ്മളെക്കുറിച്ച് ഇവരുടെ മനസ്സിൽ, എന്നെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ, എന്നെ അറിയുന്നവരുടെ മനസ്സിൽ ഒരുപാട് വൃത്തികേടുകൾ പറയാനുണ്ട്. എന്നിട്ട് നമ്മളെങ്ങനെ നെകളിക്കാണ് നിസ്കാരത്തിന് മുമ്പ് വെച്ച് ഒരു പർദ്ദി മഫ്തി ഇട്ടിട്ട് നമ്മളല്ലെങ്കിൽ ഇന്നാട്ടിൽ ആരും സ്വർഗത്തിൽ പോകില്ല എന്നൊരു ഭാവത്തിൽ എല്ലാ തരത്തിലുള്ള ഫിത്തനയുണ്ട്, ഫസാദുണ്ട്, അഹങ്കാരമുണ്ട്, താൻപോരിമയുണ്ട്, ഞാനല്ലാതെ ആരുടെ അവിടെ പള്ളി നടത്താൻ എന്ന ഭാവമുണ്ട്, ഞാനല്ല എൻ്റെ മക്കളെ നിർത്തിക്കോളും എന്ന് പറയുന്ന കുടുംബാധിപത്യത്തിൻ്റെ ആളുകളുണ്ട്. എനിക്കറിയാം. 18 കൊല്ലമായിട്ട് മാറാത്ത ഒരു കമ്മിറ്റി, ഒരു പള്ളി കമ്മിറ്റി, അത് പൊളിച്ചു പണിയാൻ തീരുമാനിച്ച്. സമസ്തയുടെ തറവാട്ട് പള്ളിയാണ് എൻ്റെ നാട്ടിലെ തറവാട്ട് പള്ളി. ആ കമ്മിറ്റി പൊളിച്ചെടുക്കാൻ ചെറുപ്പക്കാർ തീരുമാനിച്ചപ്പോൾ 18 കൊല്ലമായിട്ട് ട്രഷററായി നിന്ന ആൾ പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പറയാണ്ടാവും, മരിച്ച ആളെ കുറിച്ചിട്ട് മോശം പറയരുതെന്ന്. ആൾ വെച്ചുപോയി. പക്ഷേ നാട്ടുകാർ പറഞ്ഞെന്താ അറിയോ? അല്ല, അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഞാൻ ഒഴിവായി തരാം, എൻ്റെ മകൻ സിദ്ദീഖിനെ ആക്കണം എന്നാ. സിദ്ദീഖ് ശരിയായ പേരാട്ടോ, ഞാൻ കളവ് പറയാറില്ല. ഞാൻ ഒഴിവായി തരാം, എൻ്റെ മകൻ സിദ്ദീഖിനെ ആക്കണം. എന്ത്? പള്ളിയുടെ ട്രഷറർ സ്ഥാനം. അങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. പരദൂഷണം പറയുന്ന, യേശുനി പറയുന്ന, നുണ പറയുന്ന, ആരെ കുറിച്ചിട്ട് 2 പിത്തന പറയാതെ ഉറക്കം വരാത്ത ആൾക്കാരുണ്ട്. ഇവരുടെ ഒക്കെ പൂതി എന്താണെന്നറിയോ? ഞാൻ മരിച്ചാൽ ആൾക്കാർ എന്നെ കുറിച്ച് നല്ലത് പറയണമെന്നാ. പൊന്നാര കുട്ടികളെ, ചെണ്ടമ്മ കൊട്ടിയ ചെണ്ടൻ്റെ ഒച്ച മാത്രം വരുള്ളൂ അല്ലേ? നമ്മൾ എന്താണോ അതേ ആളുകൾ പറയുള്ളൂ എന്നർത്ഥം. ആളുകൾ അങ്ങനെയൊക്കെയാണ് പറയാൻ പാടില്ല, ഞാൻ അങ്ങനെയൊക്കെയാണ് ജീവിക്കും എന്നാണെങ്കിൽ അപ്പുറത്ത് നിൽക്കണത് എന്താ അറിയോ? യഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലക്കും
വയസബൂന അന്നഹും അലാ ശൈഅ അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. നാട്ടിൽ പലതും പറഞ്ഞിട്ട് പലതിന്നും രക്ഷപ്പെട്ടതുപോലെ ഇവിടെ വന്നിട്ട് എന്നോടും പലതും പറഞ്ഞ് രക്ഷപ്പെടാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ മിണ്ടാണ്ട നിൽക്കുമ്പോൾ അവൻ്റെ വിചാരം ഓൻ കഴിച്ചിലായി രക്ഷപ്പെട്ടു എന്നാണ്. കഴിച്ചിലായതും രക്ഷപ്പെട്ടതൊന്നുമല്ല. അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. പച്ച നുണ പറയാൻ ഈ ചെങ്ങായിക്കൊരു മടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ അന്തം മിണ്ടാതെ നിൽക്കുകയാണ്. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും നമ്മളോട്. അതുകൊണ്ട് മരണം എവിടെ ഉണ്ട്? കുല്ലുംറിഇം മുസബ്ബഹും ബി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ സിറാഖി നഅലിഹി എന്നാര് പറഞ്ഞാൽ ഞങ്ങൾ സാക്ഷാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. ഇപ്പോൾ അദ്ദേഹം വസുഖമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളൊക്കെ രോഗികളെ കാണാൻ പോയ എന്താ പറയുക? സാരില്ല, ഒക്കെ 2 ദിവസം കൊണ്ട് സുഖാവും, മരുന്ന് കഴിച്ചോ, നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇശ്ഫി, സുഖാവും എന്ന് തന്നെ നമ്മൾ പറയുക. അങ്ങനെ തന്നെയാണ് പറയേണ്ടതും. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ച് എന്നിട്ട് അദ്ദേഹം പാടിയ പാട്ടാ കുല്ലുംറിഇം മുസബ്ബഹും ബി അഹ്ലിഹി. എല്ലാവരും വിചാരം നാളെ രാവിലെ കിടക്കപ്പായി ഉഷാറായിട്ട് എഴുന്നേറ്റ് വരാൻ തന്നെയാണ്. അങ്ങനെ തന്നെയല്ലേ നമ്മളതും ആണ്. ഒരു ഇൻഷാ അല്ലാഹ് കൂടി പറയില്ലല്ലോ. നാളെ ഒരു 10,000 റുപ്യ തരണിട്ടോ ഒരു ഇൻഷാ അല്ലാഹ് പറയാനും കൂടി ഒഴിവില്ല. നാളെ നമ്മളിവിടെ ഉണ്ടാവുന്ന ഉറപ്പാണേ അല്ലേ? എൻ്റെ മോളെ കല്യാണ നിശ്ചയമാണ് അടുത്ത വെള്ളിയാഴ്ച. ഇജി പറഞ്ഞിട്ടാ അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മളിവിടെ ഉണ്ടാവുന്ന ഉറപ്പാണ്. നമുക്ക് ഇവിടുന്ന് പോകണം എന്നുള്ളൊരു ആലോചന ഇല്ല അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വൽ മൗതു അദ്നാ മിൻ സിറാഖി നഅലിഹി. മരണം ഓരോരുത്തരുടെയും ചെരുപ്പിൻ്റെ കാലുമായി എത്രമാത്രം ഒട്ടിച്ചേർന്നാണോ നിൽക്കുന്നത് അതിനേക്കാൾ ഒട്ടിച്ചേർന്നാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് വേണം, ഞങ്ങൾക്ക് തന്നെ അറിയില്ല പങ്ങളെ ചിന്ത നമ്മളതൊക്കെ അത് തന്നെയാണ്. അതിനനുസരിച്ച് പക്ഷെ പള്ളിക്ക് നമ്മുടെ മക്കളെ കാണാനില്ല. ഉണ്ടോ? നിങ്ങൾ ആലോചിക്കോളേ. അതിനനുസരിച്ച് പള്ളിക്ക് ജമാഅത്ത് നിസ്കാരത്തിൽ നമ്മളെ കാണാനില്ല. അതിനനുസരിച്ച് വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കാണാനില്ല. അതിനനുസരിച്ച് നമ്മുടെ പെൺകുട്ടികളുടെ ഡ്രസ്സ് മാറി കാണാനില്ല. അതിനനുസരിച്ച് നമ്മുടെ ചെറുപ്പക്കാരുടെ തലമുടി ഒരു തല കൊണ്ട് 5-6 തലയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ? പണ്ടൊക്കെ തലമുടി വെട്ടണത് മനുഷ്യന്റെ തലമുടി നന്നാകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്തിനാ? ഇപ്പൊ തലമുടി വെട്ടുന്ന ചെക്കന്മാർ ഒരാഴ്ച കുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. അജാതിയാണ് തല. എന്നിട്ട് നമ്മൾ പറയണത് എന്താ? നിങ്ങൾ നമ്മളെ നാട്ടിലെ മെച്ചപ്പെട്ട ആൾക്കാർ എന്നാ. മയ്യത്തെ നിസ്കരിക്കാൻ പാടില്ല ഈ ജാതി ജന്തുക്കളുടെ പേരിൽ ഇത് അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കിതാബ് സുന്നത്തും അല്ല, അത്ര മോശപ്പെട്ട സംഗതിയാണത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് എന്തിനെയൊക്കെ കുറിച്ച് പറഞ്ഞുവോ എന്നാൽ പിന്നെ ഞങ്ങളത് ചെയ്തു നോക്കട്ടെ എന്താ വരികയെന്നുള്ളിടത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനിടയ്ക്ക് കുട്ടികൾ വലിയൊരു അറ്റത്ത് നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പള്ളിയിൽ കുഴിക്കുന്ന കബറുകളൊക്കെ മൂടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പുതിയത് കുഴിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിലേക്ക് ഞാൻ പോകണമെന്ന ചിന്ത ഇന്ന് വരെ എനിക്കുണ്ടായില്ലേലോ. നിങ്ങൾക്കറിയോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പള്ളി മിമ്പറിലെ ജുമുഅ ഖുത്ബ നിർത്തിവെച്ച ഒരു സമയം. ജുമുഅ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പള്ളിയിലേക്ക് കയറി വന്ന ഒരാൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അവിടെ ഇരുന്നു. അടുത്ത ഖുത്ബയും നടത്തി 2 മിനിറ്റ് കൊണ്ട് നിർത്തി. പറഞ്ഞ വിഷയം അവിടെ അവസാനിപ്പിച്ച്. അപ്പോൾ ആളുകൾ ചോദിച്ചു എന്ത് പറ്റി തങ്ങൾക്ക്? അപ്പം അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? കഫാബിൽ മൗത്തി വാഴില എന്ന്. കഫാബിൽ മൗത്തി വാഴില. ഞാൻ എന്ത് ഉപദേശത്തിലേക്കും മറ്റ് ഏറ്റവും വലിയ ഉപദേശം മരണമാണ്. അതാണ് വന്ന് പറഞ്ഞത്. ഞാൻ അതിൻ്റെ അപ്പുറത്തൊരു ഉപദേശം ഇല്ല. നമ്മൾ മുഅ്മിനീങ്ങളെ മയ്യത്ത് കട്ടിരുമ്പോൾ പിടിച്ചുകൊണ്ട് ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ഇവിടെ ആളുകൾ നമ്മളെ ചിന്ത പോയ പോക്കോക്കാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സംഗതികൾ എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുദ്സിയായൊരു വചനം കാണാം. നരകവും സ്വർഗവും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ സ്വർഗം പറയും
ദുർബലരും കഷ്ടപ്പെടുന്നവരും ആർക്കും വേണ്ടാതെ നിസ്സഹായരായി നടന്നിരുന്ന ആളുകളുമൊക്കെ ഇവിടെയാണ്. അവരൊക്കെയാണ് എൻ്റെ അകലുകാർ, എൻ്റെ അന്തേവാസികൾ. ഇപ്പോൾ മറ്റൊരാൾ പറയണമെന്തറിയോ, എല്ലാ പോക്കിരികളും എല്ലാ അഹങ്കാരികളും എല്ലാ തമ്മാടികളും ഇതിൻ്റെ ഉള്ളിൽ വന്നു നോക്കണമെന്നാണ്. ഞാൻ എവിടെ ഇരിക്കുന്നു ഞാൻ അറിയിച്ചാൽ, നിങ്ങൾ എവിടെ ഇരിക്കുന്നു ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പോയാൽ ഞാൻ ഇതിൽ എവിടെ ഇരിക്കും? ഇവിടെ ഇരിക്കും. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രയോഗം, ഹാസിബു ഖബല അൻ തുഹാസബു. മറ്റുള്ളവരെ കണക്കെടുക്കാൻ നിങ്ങൾ നടക്കണ്ട, നിങ്ങളെ കണക്കെടുത്ത് നോക്കിയും നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതറിയോ, ഉദ്ദൂ സയ്യിആതികും, ഉദ്ദൂ സയ്യിആതികും. എപ്പോഴാ പറഞ്ഞതറിയോ? മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട അല്പനാളുകൾക്കപ്പും ഇടയിൽ മസ്ജിദ് നബവിയുടെ ഒരു 250-300 മീറ്ററോളം അപ്പുറത്ത് ഒരു ചെറിയ ഷെഡുണ്ടാക്കി അതിൽ കുറച്ച് ആൾക്കാർ കൂടി ഒരാൾ നടുക്കിങ്ങനെ ഇരുന്നിട്ട് അയാളുടെ കയ്യിൽ കുറച്ച് കല്ലുണ്ട്, അതിൻ്റെ അടുത്തൊരു കുഴിയുണ്ട്. അയാൾ കബീറൂമി എന്ന് പറയും, അല്ലാഹു അക്ബർ 100 വട്ടം പറയും. അപ്പോൾ ഓരോരുത്തർ അല്ലാഹു അക്ബർ എന്ന് എല്ലാവരും കൂടി പറയുമ്പോൾ ഇയാൾ ഒരു കല്ലതിക്കിടും. അത് കണ്ടുകൊണ്ട് ചെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, ഇതല്ല നിങ്ങൾ ഇവിടെ ഇരുന്നെണ്ണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട അവിടുത്തെ വസ്ത്രങ്ങൾ പോയിട്ടില്ല, തുരുമ്പിയിട്ടില്ല, പാത്രങ്ങൾ തുരുമ്പിയിട്ടില്ല, അവിടുത്തെ ഭാര്യമാർ മരിച്ചു തീർന്നിട്ടില്ല, അവിടുത്തെ സഹാബികൾ മരിച്ചു തീർന്നിട്ടില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾ തുടങ്ങിയോ ഈ എണ്ണത്തിന് പകരം അല്ലാഹു അക്ബർ 100 വട്ടം എണ്ണുന്നതിന് പകരം അത് നിങ്ങൾ വഅദ്ദൂ സയ്യിആതികും, നിങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളൊന്ന് എണ്ണെടുത്ത് നോക്കിയും. സുബ്ഹാനല്ലാഹ്, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊന്ന് എണ്ണെടുത്ത് നോക്കിയും. എനിക്ക് എൻ്റെ തെറ്റുകുറ്റൻ്റെ ഒരു കണക്കില്ല, പക്ഷെ നിങ്ങൾ ഓരോരുത്തർ തെറ്റുകുറ്റം ഈ കണ്ടാൻ പറ്റും അല്ലേ? അങ്ങനല്ലേ ഇപ്പോൾ നമ്മുടെ അവസ്ഥ? എൻ്റെ കോളേജിലെ അധ്യാപകരുടെ മുഴുവൻ തെറ്റും കുറ്റങ്ങൾ എനിക്കറിയാം, അവിടുത്തെ വിദ്യാർത്ഥികളുടെ മുഴുവൻ കുഴപ്പം എനിക്കറിയാം. എൻ്റെ മഹല്ലിൽ 125 മെമ്പർമാരുണ്ട്, 10-750 ആൾക്കാരുണ്ട്, അവരെ കുറ്റം എനിക്കറിയാം. എൻ്റെ നാട്ടിൽ പരിചയക്കാരുടെ കുറ്റം എനിക്കറിയാം. എനിക്കറിയാത്തതാകെ ഒരാളുടെ കുറ്റമുള്ളൂ. അതാരതാ? അതിൻ്റെത് നാട്ടുകാർക്കൊക്കെ അറിയാം, അത് നാട്ടുകാർക്കൊക്കെ അറിയാം അല്ലേ? ഞാൻ എൻ്റെ കുറ്റം തന്നെ നോക്കാൻ എനിക്ക് നേരമില്ല. ഉമർ റളിയല്ലാഹു അൻഹു മരണത്തോടടുക്കുകയാണ്. കാണാൻ ചെന്ന സഹബയെ ശുശ്രൂഷിക്കാനിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകൻ വാപ്പയുടെ തലങ്ങനെ മടിയിലേക്ക് വെച്ചിട്ട് വാപ്പയുടെ തലങ്ങനെ തടവി കൊടുത്തിട്ട് വാപ്പനോട് ചോദിച്ചു, വാപ്പ നിങ്ങൾക്കിപ്പോൾ എന്താ തോന്നുന്നത്? അപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ എങ്ങനെയെങ്കിലും നരകത്തൊന്നും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാ തോന്നുന്നത്. അജ്ജാറിൻ്റെ നമുക്കുണ്ടായില്ല. അപ്പോൾ മകൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, വാപ്പ എന്തെങ്കിലും പറയണം, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗ്ഗമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂലല്ലേ നിങ്ങളോട് പറഞ്ഞത്, പിന്നെ നിങ്ങൾക്ക് എന്താ നരകത്തെ പേടിക്കാൻ? മഹാനവറുകളുടെ മറുപടി എന്താ, കുഞ്ഞെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നുള്ളത് ശരിയാണ്. അന്ന് എന്നെ സംരക്ഷിക്കാൻ റസൂൽ ഉണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്നെ നോക്കാൻ അബൂബക്കർ ഉണ്ടായിരുന്നു. ഞാൻ പോലെ കീഴിലാണ് ജീവിച്ചത്. 10 കൊല്ലം ഞാൻ ഒറ്റക്കല്ലേടാ ഇവിടെ ജീവിച്ചത്. അക്കാലം കൊണ്ട് ആ പറഞ്ഞതൊക്കെ പോയിട്ടുണ്ടാവും. നിൻ്റെ സുബ്ഹാനല്ലാഹ്, ഞാൻ 60 കൊല്ലമായി ഇപ്പോഴും ആ ജാതി ഒരു ചിന്ത. പൊൻപാറ മകളിൽ നിന്ന് മിസ്കാത്തി സ്വർഗത്തിൽ പോയില്ലേ പിന്നെ ആരും പോകില്ല എന്ന് എൻ്റെ വിചാരം. നിങ്ങളതോ? എന്താ ഞാൻ പറയാൻ പോകുന്ന ചില സംഗതികൾ എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും, വത്തഖൂ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഏയ് ജനങ്ങളെ, അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, റബ്ബിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ഭക്തിയോടുകൂടി ജീവിക്കണം. വഖ്ശൗ യൗമാ, ഒരു നാൾ വരാനിരിക്കുന്നു, ആ നാളിനെ ഭയപ്പെടുകയും വേണം. കാരണം നാളിൻ്റെ പ്രത്യേകത, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, മക്കൾ വാപ്പൻ്റെ കീഴിൽ ജീവിച്ച് വാപ്പൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തി ജീവിക്കുന്ന മക്കൾ, വാപ്പയുടെ സംരക്ഷണയിൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും സമ്പന്നരും കച്ചവടക്കാരുമായി മാറിയ മക്കൾ,
വാപ്പയുടെ ഗമ്മയിൽ നാട്ടിൽ എന്ത് വിത്തനയും ഫസാദ് ഉണ്ടാക്കിയപ്പോഴും അത് ഇന്നയാളെ മകനാണ്, തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആ പേരിൽ വളർന്ന വിലസിയ മക്കള് അവരോർത്തോട്ടെ, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു ബാപ്പക്കും ഉമ്മക്കും ഒരു മക്കൾക്കും വേണ്ടി യാതൊന്നും മക്കളെ അന്ന് ചെയ്യാൻ പറ്റൂല. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ, എത്ര കൊമ്പന്മാരായ മക്കൾ എത്ര പേരുണ്ടെങ്കിലും അവറ്റകളുടെ തണലിൽ അഹങ്കരിച്ച മാതാപിതാക്കളുണ്ടെങ്കിൽ അവരറിയട്ടെ, വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ, ഒരു മക്കളെ കൊണ്ടും ഒരു മാതാപിതാക്കൾക്കും ഒരു ഉപകാരവും കിട്ടാത്ത ദിവസം. ഇന്ന വഅദല്ലാഹി ഹഖ്ഖോ, ഇത് ഗവൺമെന്റുകൾ നൽകുന്ന നടപ്പാകാത്ത വാഗ്ദാനമല്ല. ഇന്ന വഅദല്ലാഹി ഹഖ്ഖോ, ഇത് റബ്ബ് നൽകുന്ന സത്യസന്ധമായ വാക്കാണ്, ഇത് നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവ് നിങ്ങളെ പറ്റിക്കരുത്, ദുനിയാവിൻ്റെ ചതിയിൽ നിങ്ങൾ വീഴരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ ശൈത്താന്റെ പിടിയിലും നിങ്ങൾ പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഇനി നിങ്ങൾ വേറൊരു ആയത്ത് നോക്കിക്കോളയും. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളോട് പറയാനുള്ളത് വേറെ ഒരു കാര്യമാണ്. അതെന്താണെന്നറിയോ? വത്തഖൂ യൗമൻ ലാ യജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ൽ വലാ ഹും യുൻസറൂൻ. മാതാപിതാക്കളെ കൊണ്ടെന്നല്ല ഒരാൾക്കും, അവൻ എത്ര വലിയവൻ്റെ ആളായാലും അവൻ എത്ര വലിയവനായാലും ഒരു ഉപകാരവും കിട്ടുകയില്ല, ഒരു ജാമ്യവും നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയില്ല, ഒരു പകരവും സ്വീകരിക്കുകയില്ല, ഒരു ശുപാർശയും സ്വീകരിക്കുകയില്ല. നിങ്ങൾ നല്ലവരാണോ? നിങ്ങൾക്ക് തെറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ ലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ. നല്ല മാതാപിതാക്കളാണെങ്കിൽ, നല്ല മക്കളാണെങ്കിൽ ആ മക്കളെയും മാതാപിതാക്കളെയും അള്ളാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടും. ആ നല്ലവരായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ചിലർക്ക് നന്മ കുറവുണ്ടെങ്കിലും അതാ കൂടുതൽ നന്മയുള്ളവരുടെ നന്മയുടെ തുല്യമായ ഇവരെയും ആ ഗ്രേഡിലേക്ക് തന്നെ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ട് അവരെ ഒന്നാക്കും. വമാലത്തിനാഹും മിൻ അമലിഹിം മിൻ ശൈഅ, അവരുടെ കർമ്മങ്ങളുടെ ഒരു ഇഞ്ച് ഫലവും അവർക്ക് നഷ്ടപ്പെടുത്തുകയില്ല. ഇത്രയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് അവസാനം ഒറ്റയടിയാ. പക്ഷേ നിങ്ങൾ അറിയണം, കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ, പക്ഷേ ഓരോരുത്തരും അവനവൻ്റെ കർമ്മങ്ങളുടെ പണയമായിരിക്കും. അതിന് നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റൂല. അതിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ, വല്യാപ്പാൻ്റെ വീട്ടിൽ തയമ്പിണ്ടിച്ചിട്ട് മാനുണ്ടായിന്ന് വെച്ചിട്ട് പേരക്കുട്ടിക്ക് തയമ്പുണ്ടാവില്ല എന്ന് പറയില്ല നമ്മൾ. അത് തന്നെ നമ്മൾ ബാക്കിയുള്ളവരോട് പറയുന്നതാ നൂഹ് നബിൻ്റെ ഭാര്യൻ്റെ കഥ അല്ലേ? നമ്മൾ ബാക്കിയുള്ളവരോട് പറയണ നൂഹ് നബിൻ്റെ മകൻ കനാൻ്റെ കഥ, നമ്മൾ നാട്ടുകാരോട് പറയണ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയുടെ കഥ, നമ്മൾ നാട്ടുകാരോട് പറയണ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വാപ്പയുടെ കഥ, നമ്മളുടെ മക്കളുടെ കഥ നമ്മൾ ഇന്നോട് ആരോടും പറഞ്ഞില്ല. നമ്മളുടെ കഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. ഉണ്ടോ? അതുകൊണ്ട് ആ ക്യാപ്ഷനുകൾ ഒന്നുകൂടി വെക്കണം. പരലോകം അസത്യ മറക്കരുത്. ഇനിയിപ്പോൾ സത്യം അല്ലാതെ ഇപ്പോൾ ആർക്കെങ്കിലും ഇവിടെ അഭിപ്രായം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സത്യമല്ലാതെ നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കോളിട്ടോ, സൂറത്ത് ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു സംഗതി ഉണ്ട്. എന്താ അറിയോ? യൗമ യഖൂലുൽ മുനാഫിഖീന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു ൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും ഖീല ഇർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ ഫളുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബുൻ ബാത്തിനുഹു ഫീഹി റഹ്മ വല്ലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. പരലോകത്ത് വരും രണ്ട് ടീം ആളുകൾ. ഒന്ന് സത്യവിശ്വാസികളായ ആളുകൾ, ഒന്ന് കപടവിശ്വാസികളായ ആളുകൾ. കാഫിറുകളോ മുശ്രിക്കുകളല്ല, കപടന്മാരായ ആളുകൾ. പുറമേക്കെല്ലാം നല്ല ഇസ്ത്രീയിട്ടമാരിയാണ്, എല്ലാം ബ്രെഡിയാണ്, പക്ഷേ ഉള്ളു മോശമാണ്. അതിനല്ലേ കാപട്യം എന്ന് പറയാ ആണ്. അപ്പോൾ സ്വർഗാവകാശികളെ അള്ളാഹു അവൻ്റെ റഹ്മത്തിൻ്റെ തണലിലേക്ക് മാറ്റുമ്പോൾ മറ്റോന് ചോദിക്കാണേ. ആര്? മുനാഫിക്കുകൾ ചോദിക്കാണ്,
യൗമ യഖൂലുൽ മുനാഫിഖീന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു ൻദുറൂനാ നഖ്തബിസ മിൻ നൂരിക്കും. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ വന്നു പൊതിഞ്ഞ ആ വെളിച്ചമുണ്ടല്ലോ, ഈമാനിന്റെ വെളിച്ചം, തഖ്വയുടെ വെളിച്ചം, അമലുസ്വാലിഹാത്തിന്റെ വെളിച്ചം, ഇബാദത്തിന്റെ വെളിച്ചം, തൗഹീദിന്റെ വെളിച്ചം, സുന്നത്തിന്റെ വെളിച്ചം, തൗബയുടെ വെളിച്ചം, ഇസ്തിഗ്ഫാറിന്റെ വെളിച്ചം, സ്വതക്കയുടെ വെളിച്ചം, സൽക്കർമ്മങ്ങളുടെ വെളിച്ചം, ഇഹ്സാനിന്റെ വെളിച്ചം, ഉളൂവിന്റെ വെളിച്ചം, നമസ്കാരത്തിന്റെ വെളിച്ചം, നോമ്പിന്റെ വെളിച്ചം, സക്കാത്തിന്റെ വെളിച്ചം, അങ്ങനെ ഒരുപാട് വെളിച്ചങ്ങൾ പരലോകത്ത് ആർക്ക് കിട്ടാനുണ്ട്? നമുക്ക് ഞാൻ പറയില്ല, മൂമിനീങ്ങൾക്ക് കിട്ടാനുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞു. നിങ്ങൾ എന്ത് വിചാരിച്ചാൽ പറ്റില്ല, നമുക്ക് ഞാൻ പറയില്ല. കാരണം നമ്മളതിന് യോഗ്യരാണോ എന്ന് നമ്മളതിന് സൂപ്പിടേണ്ട കാര്യമല്ലല്ലോ, പരലോകമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ ഈ മുനാഫിക്കുകൾ മൂമിനീങ്ങളോട് പറയും, ഉൻളുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, ഒന്നിങ്ങോട്ട് അടുത്തേക്ക് വന്നാണ് ഞങ്ങളാ വിളിച്ച ഞങ്ങൾക്ക് കിട്ടുമോ, ഞങ്ങൾക്ക് എന്താ അത് കിട്ടാത്തത്? അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഇടയിൽ ഒരു സൗണ്ട് ഇങ്ങോട്ട് പൊങ്ങാണ്, ദുനിയാവിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണോ, ഫൽതമിസൂ നൂറാ, ഈ വെളിച്ചം കിട്ടാനുള്ളത് വല്ലതും ദുനിയാവിൽ നിന്ന് നിങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കടോ. അപ്പം നമ്മളെവിടെ? പരലോകത്താണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വെറുതെ ഇല്ല. ഫളുരിബ ബൈനഹും ബിസൂരിൻ, ആ ശബ്ദത്തോടു കൂടി അവർക്കിടയിലേക്ക് ഒരു കർട്ടൻ വന്നു വീഴും. ബാത്തിനുഹു ഫീഹി റഹ്മ, അതിനുള്ളിൽ സ്വർഗ്ഗക്കാരുണ്ടാകും, അവർക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യവും കിട്ടും. വല്ലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, പുറമേ നിൽക്കുന്ന കപടവിശ്വാസികൾക്ക് ശിക്ഷയുടെ അനുഭവം കിട്ടും. സ്വാഭാവികമായിട്ട് ഒരു ചോദിക്കും, കാലു അലംനക്കും മഴക്കും, ഇതെന്ത് നിധിയാണ്? നമ്മൾ രണ്ടു കൂട്ടരും ഒപ്പം പോസ്റ്റർ ഒട്ടിച്ചവരല്ലേ? നിങ്ങൾ വയലിൽ പറയാണ്ടായിരുന്നു, ഞങ്ങളവിടെ കസേര പിടിച്ചിടാൻ ഞങ്ങളുണ്ടായിരുന്നല്ലോ, സ്ക്വാഡ് വർക്കിന് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ, പള്ളിയിൽ നമ്മൾ ഒന്നിച്ചായിരുന്നല്ലോ വന്നത്, ജക്കാത്തിൻ്റെ പ്രവർത്തനമൊക്കെ നമ്മൾ ഒന്നിച്ചാണല്ലോ നടത്തിയത്. ഇതെന്ത് ന്യായാണ്? നിങ്ങളവിടെ ഞങ്ങളിവിടെ എന്നവർ പറയുന്ന. അപ്പോൾ അള്ളാൻ്റെ മറുപടി എന്താ അറിയോ? ഖാലൂബല, അത് ശരിയാ, നമ്മളിതൊക്കെ ചെയ്തിരുന്നുണ്ടെന്നു. പക്ഷേ വലാകിന്നക്കും ഫത്തൻതും അൻഫുസക്കും, നാട്ടിലുണ്ടായ എല്ലാ ഫിത്നകളിലും ഫസാദുകളിലും നിങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയണോ? നീ വിശദീകരിക്കണ്ടല്ലോ. വതറബസ്തും, ചെക്കന്മാർ ചെറുപ്പക്കാർ പോയിക്കോളയും, 90-95 വയസ്സായ കാക്കാരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്ക് എന്താ പേടി? ഇനി ഒരുപാട് കാലുണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? വിചാരിച്ചു. വർത്തബുത്തും, ഓരോരോ നീർക്കോലിമാരിന് ആവുള്ള മൂലിയമാരിന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആണ്ട് പറയും. ഇതൊക്കെ കൂടെ ഇപ്പം നമ്മൾ വിശ്വസിക്കണോ? നിങ്ങൾ സംശയിച്ചില്ലേ? ഇതൊക്കെ വിഷയം. വഗറത്തുക്കുമുല്ലമാനിയ, ഒരുപാട് വ്യാമോഹങ്ങൾ നിങ്ങളെ പിന്നാലുണ്ടായിരുന്നു. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, ശൈത്താൻ്റെ കടിയിൽ നിങ്ങൾ പെട്ടു. ഇപ്പം എന്താ തോന്നുന്നത്? നമ്മളെ കുട്ടികളെ കുറിച്ച് തന്നെയാണല്ലേ? കുട്ടികൾക്ക് അങ്ങനെ തന്നെ ഉള്ളത്. നമ്മളെ അപ്പാനന്മാരും പറയില്ലാത്ത ദോലിക്ക് സൂട്ടപ്പെടാതെ കുട്ടികൾക്കും തോന്നുന്നുണ്ടാകും, കുട്ടികൾക്ക് സൂട്ടപ്പെടാതെ നമുക്കും തോന്നുന്നുണ്ടാവും. ഇതിപ്പോൾ മിസ്കാത്തിക്ക് സൂട്ടപ്പെടാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് നമുക്ക് പരസ്പരം അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എനിക്ക് മാത്രമേ ഇപ്പം എന്നെ അറിയാത്തുള്ളൂ, അതാ പ്രശ്നം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയ വലാ മിനല്ലദീന കഫറു മഅവാകുമുൻ നാർ ഹിയ മൗലാകും വനിഅമൽ മൗലാ വനിഅമൻ നസ്വീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? നിങ്ങൾ കഴിഞ്ഞു. ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയ, ഇന്ന് നിങ്ങളിൽ നിന്ന് യാതൊരു പകരവും ഞാൻ സ്വീകരിക്കൂല, അതിൻ്റെ കാലം കഴിഞ്ഞു പോയി. വലാ മിനല്ലദീന കഫറൂ, നിങ്ങളിൽ മാത്രമല്ല കാഫിറുകളിൽ നിന്ന് സ്വീകരിക്കൂല. കാഫിറുകളെ കുറിച്ചല്ല ഈ പറയണമെന്നർത്ഥം. ഇത് മുസ്ലിം സൊസൈറ്റിയിലുള്ള ആളുകളെ കുറിച്ചാണ്.
മഅ്വാക്കുമുന്നാർ ഹിയ മൗലാക്കും വബിഇസൽ മസീർ. നരകത്തിൽ പോയിക്കോളൂ, അവിടെയാണ് നിങ്ങളുടെ സങ്കേതം, അവിടെ കിടക്കാൻ മാത്രമേ നിങ്ങൾക്ക് യോഗ്യതയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന. അതുകൊണ്ടാണ് സൂറത്തെ ഹസ്റിൽ ആ വചനം വന്നത്. ഏത്? ലാ യസ്തബി അസ്അബ് വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. പള്ളിൻ്റെ പിന്നാകത്ത് ഒന്ന് പോയി നോക്കുക. വാപ്പാര് കാരണന്മാരൊക്കെ കിടക്കുന്ന സ്ഥലം ഉണ്ടാവും പള്ളിപ്പറമ്പിൽ. ഒന്ന് പോയിട്ട് ആലോചിക്കുക, പടച്ചോനെ നാളെ ഞാനാണ് അവിടെയെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നാലോചിക്കുക. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ. പടച്ചോനെ മറന്ന കുറച്ച് ആൾക്കാർ പണ്ടുണ്ടായിരുന്നു, അതുപോലെ നിങ്ങളാവരുത്. ഫഅൻസാഹും അൻഫുസഹും. അവർ പടച്ചോനെ മറന്നതിൻ്റെ ഫലമായി അവരുടെ ലക്ഷ്യവും അവർ മറന്നു. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അങ്ങനെ അവർ തമ്മാടികളായി മാറി. എന്നിട്ട് അതിൻ്റെ അടയാളം മക്കല്ല പറഞ്ഞെന്താ അറിയോ? അത് നിങ്ങൾക്ക് വിലയിരുത്താനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. എന്താ പറയാ? ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. മോശപ്പെട്ട ആൾക്കാരാണ്, പഴിച്ച ആൾക്കാരാണ്, ചീത്ത ആൾക്കാരാണ്, നരകത്തിൽ പോകാൻ സാധ്യതയുള്ള ആൾക്കാരാണെന്ന് ആരെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുവോ അവരും നിങ്ങളും തമ്മിൽ സമമാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആദർശമല്ല നമ്മുടേത്, അവരുടെ ആരാധനാ സമ്പ്രദായമല്ല നമ്മുടേത്. അതുകൊണ്ട് തന്നെ ആ ആദർശം കൊണ്ടും ആരാധനകൾ കൊണ്ടും നേടിയെടുക്കുന്ന വിശുദ്ധി അവർക്കില്ല. അത് വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സമ്പാദ്യത്തിലും വിനിമയത്തിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും നാട്ടിലും അയൽപ്പക്കത്തും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ആ വിശുദ്ധി നമ്മളിലുണ്ടാവണം. കാരണം അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. സ്വർഗാവകാശികൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇനി ആ ഓതി വെച്ച ആയത്ത് കൂടെയാണ് പറയാം. ഏതാണ്? വബദാലഹും സയ്യിആതു മാ അമിലു വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. എന്തെല്ലാം സത്യങ്ങളെ, എന്തെല്ലാം മൂല്യങ്ങളെ ഇഷ്ടപ്പെടാത്ത പറയുന്ന ഖതീബിനെ, അയാളുടെ വാക്കുകളെ, അയാളുടെ പെരുമാറ്റത്തെ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞതിൻ്റെ പേരിൽ വാപ്പയെ ഉമ്മയെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, നാട്ടിലെ മുതിർന്നവരെ, നമ്മൾ കുറേ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇവനെന്നെ വന്ന് എന്ന് ചിന്തിക്കുന്ന ധാർഷ്ട്യത്തെ അല്ല പറയാ വഹാഖ ബിഹി മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. എന്തിനെയൊക്കെയാണോ അവർ പരിഹസിച്ചിരുന്നത് അതെല്ലാം അവരുടെ ചുറ്റിൽ നിന്ന് ഇന്ന് പൊട്ടിച്ചിരിക്കുന്ന ദിവസമാണ്. ഏത്? പരലോകം. അവരുടെ ചുറ്റുപാടുകളിൽ അവർ തള്ളിക്കളഞ്ഞ പരിഹസിച്ച മൂല്യങ്ങളെല്ലാം അവരെ പരിഹസിച്ച് ആർത്ത് ചിരിക്കുന്ന ദിവസമാണിത്. കാരണമായിട്ടല്ല പറഞ്ഞത് എന്താ അറിയോ? വഖീല അൽയൗമ നൻസാകും കമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ. ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്നത് മറന്നല്ലേ നിങ്ങൾ ഈ തമ്മാടിത്തരങ്ങളും പോക്കിരിത്തരങ്ങളും ഒക്കെ ചെയ്ത് ജീവിച്ചത്? ഇന്ന ഓർമ്മല്ലായിട്ടല്ലല്ലോ, മറന്നതല്ലേ? ഞങ്ങളെ മനഃപൂർവ്വം മറന്നടോന്ന്. സമരം വിളിക്കാൻ പറ്റും, ഒച്ചപ്പൊടി കൂട്ടാൻ പറ്റും, പിക്കറ്റിങ് പറ്റും, ധർണ പറ്റുമോ, റോഡ് തടയാൻ പറ്റുമോ? മുണ്ടാൻ പറ്റൂല മോമിനികൾ അല്ലേ? വഖീലൽ യൗമ നൻസാകും കമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ വമഅവാക്കുമുന്നാർ. നരകമാണ് നിങ്ങളുടെ സങ്കേതം. വമാലക്കും മിൻ നാസ്വരീൻ. നിങ്ങൾക്കൊരു സഹായിയെയും ഇന്ന് കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണം പറയുന്നറിയോ? ദാലിക്കും, അത്തരമൊരു ദുരന്തം നിങ്ങൾക്ക് വരാനുള്ള കാരണം ബി അന്നക്കും ഉത്തഖദതും ആയാത്തില്ലാഹി ഹുസ്വാ. അള്ളാൻ്റെ നിയമങ്ങളെ നിങ്ങൾ കളിയാക്കി, നിങ്ങൾ പരിഹസിച്ചു, അത് നിങ്ങൾ വേണ്ടുമെന്ന് ആദരിച്ചില്ല, അത് സ്വീകരിച്ചില്ല, അത് നടപ്പാക്കിയില്ല, അത് ജീവിതത്തിൽ പാലിച്ചില്ല. മാത്രമല്ല പിന്നെ ദാലിക ബിഅന്നകും മുത്തഖദതും ആയാത്തില്ലാഹി ഹുസ്വൻ വഗറതുകുമുൽ ഹയാത്തിദ് ദുനിയാ. നിങ്ങൾ ദുനിയാമോഹികളായി ജീവിക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടായത്. ഫല്യൗം, ഇനി ഇന്ന് ലാ യുഖ്റജൂന മിൻഹാ, അവർ നരകത്തിലാണ് ഇപ്പോഴുള്ളത്, അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. വലാഹും യുസ്തഅതബൂൻ, അതിൽ നിന്ന് അവരെ അവിടെ പ്രവേശിപ്പിച്ച അള്ളാഹുവിനെ തോൽപ്പിച്ചവരെ രക്ഷപ്പെടുത്താനും ഒരാൾക്കും കഴിയുകയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത് മരണം എന്നല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഏതാ? മരണം എന്നത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു താൽക്കാലികമായ ഒരവസ്ഥ മാത്രമാണ്. നമ്മളെ ബാധിക്കുന്ന അവസ്ഥയല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാം. അള്ളാഹു ആത്മാവ് മരിക്കുമെന്നെങ്ങാനും പറഞ്ഞിരുന്നോ? ഇല്ല. ആത്മാവ് മരണത്തിൻ്റെ രുചി അറിയുമെന്നാ പറയും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നാണ്. മരണത്തിൻ്റെ രുചി അവനായ ഓരോ ആത്മാവും അറിയും. ആത്മാവ് മരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. പിന്നെന്തുണ്ടായത്? എവിടെ നിന്നോ അത് നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വന്നു അല്ലേ? അതതിന് മുമ്പേ അവിടെയുണ്ട് എന്നർത്ഥം. ആ ആത്മാവിന് താമസിക്കാൻ ഒരു കൂട് എന്ന രൂപത്തിലൊരു പാവക്കുട്ടിയാണ് അതുവരെ ഉണ്ടായത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ. അന്നാണ് ഉമ്മ വാപ്പാനോട് പറഞ്ഞത് ഇളക്കം തുടങ്ങിയിരിക്കണമെന്ന്. ആര് വന്നപ്പോഴന്മാരെ ഇളക്കം തുടങ്ങിയത്? ആ വന്നയാളാണ് മസ്കാത്തി. ആ സാധനത്തിൻ്റെ പേരാണെന്ത്? ഞാൻ പറഞ്ഞുതരാ. ഇവിടെ ഞാൻ മരിച്ച്, ഇപ്പം ഈ സ്റ്റേജ് ഞാൻ മരിച്ച്, നിങ്ങളെന്താ പറയുക? മസ്കാത്തി മരിച്ചുപോയി. പിന്നെൻ്റെ പേരെന്താ? ഈ കാണുന്ന സാധനങ്ങളുടെ പേരെന്താ? മയ്യത്ത്. എപ്പോഴാണ് മയ്യത്ത് കൊണ്ടുപോകാമെന്നാണ് ചോദിക്കാം. നിസ്കാത്തിന് ഞാൻ എപ്പോഴാണ് കൊണ്ടുപോകാൻ ചോദിക്കില്ല. മൂപ്പര് പോയില്ലേ? എവിടേക്ക് പോയി? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞത്? കുറച്ച് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സംഗതിയാണ്. ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അവിടുന്ന് വന്നതാണ്. വ ഇന്നാ ഇലൈഹി, ഇതാ പോണ്. ഈ സാധനം തൽക്കാലം ഇരുന്ന് പോയി അല്ലേ? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചത്. ഇന്നൽ ഇൻസാന ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയാ വ ഇർസാലിൻ ഇലൽ ആഖിറ എന്നാണ് നബി തങ്ങളുടെ പ്രയോഗം. ഇന്നൽ ഇൻസാന ഇദാ മാത്ത എന്നല്ല, ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് അവൻ്റെ ബന്ധം മുറിയുകയും വ ഇർസാലിൻ ഇലൽ ആഖിറ, അവൻ പരലോകത്തേക്ക് യാത്ര തുടങ്ങുകയും ചെയ്യുന്ന സമയം വന്നാൽ എന്നാണ്. ആ സമയത്തെ ഒറ്റ വാക്കിൽ നമ്മൾ മരണം എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നശിക്കുന്നത് നമ്മുടെ ശരീരമാണ്, ആത്മാവല്ല. അമാനി മൗലവി ഉൾപ്പെടെയുള്ളവർ പറയും ശരീരം അതിൻ്റെ പൂർണ്ണരൂപം പ്രാപിക്കുന്നത് പോലെ ഭക്ഷണവും വസ്ത്രവും ആവശ്യമായ മുന്നൊരുക്കങ്ങളും ചികിത്സയും പ്രതിരോധ ചികിത്സയും ഒക്കെ കൃത്യസമയത്ത് കിട്ടുന്ന ശരീരം ആരോഗ്യമുള്ളതാകുന്നത് പോലെ ഈമാനും തഖ്വയും തൗഹീദും സുന്നത്തും ഇബാദത്തുകളും അമൽ സ്വാലിഹാത്തുകളും സൽസ്വഭാവങ്ങളും നമ്മുടെ ആത്മാവിനെ പൂർണ്ണാരോഗ്യമുള്ള അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കും. ശരീരം എത്ര വളർത്തിയാലും അത് മെല്ലെ മെല്ലെ തളർന്ന് അവസാനം മണ്ണോട് ചേരുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തി ആത്മാവ് മുൻകൂട്ടി വരാനുള്ളതെല്ലാം മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. വാ മോനെ വാ, റബ്ബ് നിന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നീ റബ്ബിനെ തൃപ്തിപ്പെട്ടാണല്ലോ ജീവിച്ചത്. ഇതാ വാ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പാണ്, ഇതിനെ കണ്ട് കയറിക്കോ, റബ്ബ് നിന്നെ കാത്തിരിക്കുന്നു, നിനക്ക് സന്തോഷം എന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആ ആത്മാവ് ആ വിളി കേട്ടാൽ സന്തോഷത്തോടുകൂടി ഫയസീലു, അത് ഒഴുകി ഇറങ്ങി വരും. വയസ്സായ ആളുകൾക്കറിയാം, പണ്ട് നമ്മുടെ കൊലായ്മ ഒതു കൊടുക്കാൻ വെച്ചിരുന്ന സാധനം ഇത് കിണ്ടി, അറിയലോ? അതിനാണ് സക്കാ എന്ന് പറയാ. അതിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നതും കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴുകണതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടാപ്പിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഒരു പടപട ഒച്ച ഉണ്ടാവും. കിണ്ടിയിൽ നിന്ന് വരുന്നതോ വളരെ ശാന്തമായി സമാധാനമായി ആ ആത്മാവ് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരും. അതിനങ്ങോട്ട് പൊതിഞ്ഞ് സ്വർഗപ്പുറപ്പ് കൊണ്ട് പൊതിഞ്ഞ് സ്വർഗീയ പരിമളം പൂശി അള്ളാഹുവിലേക്ക് കൊണ്ടുപോയി അള്ളാഹു പറയും, ഉക്തുബു അബ്ദി ഫീ ഇല്ലിയീൻ, പുണ്യവാന്മാരുടെ മാത്രം പേരുകൾ രേഖപ്പെടുത്തിയ രജിസ്റ്ററായ ഇല്ലിയീനിൽ അവൻ്റെ പേരെഴുതി വെക്ക്. എന്നിട്ട് അവനെ അവൻ്റെ ഖബറിലേക്ക് മടക്ക്. അവൻ അവിടെ കിടന്ന് ഖിയാമത്ത് നാൾ വരെ ഉറങ്ങട്ടെ എന്ന് പറയും. അടുത്തയാള് അവനെ വിളിക്കുമ്പോൾ അവൻ വരൂല. അമാനി മൗലവി തന്നെ എഴുതി വെച്ചിട്ടുണ്ടത്. അവൻ വരികയില്ല. ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ
ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിൽ കാണാം, അവൻ ഇറങ്ങി വരില്ല. പോലീസ് കള്ളനെ ഓടിക്കുന്നത് പോലെ, പോലീസിനെ കണ്ട കള്ളൻ ഓടി രക്ഷപ്പെടുന്നത് പോലെ ശരീരത്തെ ആ സകലം ആ ആത്മാവ് ഓടിക്കൊണ്ടേയിരിക്കും. കാലിൻ്റെ പെരുവിര മുതൽ തലയോട് വരെ അടിച്ചടിച്ചടിച്ചടിച്ച് അവനെ പുറത്തിറക്കുകയാണ് ചെയ്യുക. നനഞ്ഞ പഞ്ഞിയിൽ മുള്ളിട്ട് വലിക്കുന്നത് പോലെയാണ് ആ ആത്മാവ് പിടിക്കപ്പെടുക. സ്വർഗത്തിലേക്ക് അതിന് കയറ്റുകയില്ല. ആകാശ കവാടങ്ങൾക്കപ്പുറത്തേക്ക് അതിന് അതിന് യാത്ര അനുവദിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, തെമ്മാടികളുടെ പേരുകൾ മാത്രം രേഖപ്പെടുത്തി വെക്കുന്ന ആ വൃത്തികെട്ട രജിസ്റ്ററിൽ ഇതും ചേർത്തേക്ക്. എന്നിട്ട് അവൻ്റെ ഖബറിലേക്ക് വിട്ടേക്ക്. അവിടെ നരകത്തിലെ ഒരു വിരിപ്പും വിരിച്ചേക്ക്. നരകത്തിൽ നിന്നുള്ളൊരു വാതിൽ തുറന്നു വെച്ചേക്ക്. അനുഭവിക്കട്ടെ അവന്ന മോമിനീങ്ങളെ, പരലോകമുണ്ട്, മറക്കരുത്. അത് മറന്നാൽ നമ്മുടെ ജീവിതം പോയി പോകും, നമ്മളുടെ എല്ലാം പോയി പോകും, നമ്മളുടെ ആയുസ് പോയി പോകുമെന്ന് നമ്മുടെ വിഷയമല്ല. നമ്മളുടെ നിത്യജീവിതം തന്നെ അനന്തകോടി കാലം ജീവിക്കേണ്ടുന്ന നാൾ ആ ലോകത്ത് നമുക്ക് നഷ്ടങ്ങൾ മാത്രമുള്ള ലോകമായി മാറും. നോക്കൂ, അത്തരമൊരു ലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്, വിശുദ്ധ വേദഗ്രന്ഥം നിയോഗിച്ചത്. ഇക്കണ്ട ആരോഗ്യം മുതലുള്ള മുഴുവൻ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏർപ്പെടുത്തി തന്നത് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത്, അള്ളാഹ്ക്ക് ശുക്ർ കാണിച്ച്, അള്ളാഹിൻ്റെ ദിക്ർ എപ്പോഴും മനസ്സിലും ശരീരത്തിലും നാവിൻ തുമ്പിലും നിലനിർത്തി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ വേണ്ടിയാണ്. അത് മറന്നാൽ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ ഒരുമിപ്പിക്കുമാറാവട്ടെ. ഇത്രയും കാലം നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാത്തരം ചെറുതും വലുതുമായ വീഴ്ചകൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അത്തരം വീഴ്ചകൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ സൽക്കർമ്മ നിരതരായി ദീർഘകാലം സമ്പൂർണ്ണ ആരോഗ്യത്തോടെ, ഈമാനോടെ, തഖ്വയോടെ, ഹിദായത്തിലായി തൗഹീദ് ഉൾക്കൊണ്ട് തൗബയോടുകൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ മരിക്കുകയാണെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന മരണം വരിക്കാൻ, മരണാനന്തരം അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരുടെ കൂടെ ചേരാനുള്ള യോഗ്യത നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറുതും വലുതുമായ നമ്മളുടെ രോഗങ്ങൾ, കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അർഹമുറഹീമീനായ റബ്ബ് നമുക്ക് ശിഫയാക്കി തരുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളിൽ റഹ്മാനായ റബ്ബ് രക്ഷ പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അല്ലാഹു രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. തൗഹീദ് ഉൾക്കൊണ്ട് ഈമാനോടുകൂടി ജീവിച്ച് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ പ്രിയപ്പെട്ടവരുടെ ഖബറിടങ്ങൾക്കെല്ലാം അല്ലാഹു വിശാലമായ സ്വർഗപ്പൂങ്കാവനത്തിൻ്റെ അനുഗ്രഹവും അനുഭൂതിയും നൽകുമാറാവട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മുസ്ലിം ലോകം ഇന്ന് നേരിടുന്ന എല്ലാത്തരം പ്രതിബന്ധങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, വെല്ലുവിളികളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പാപം ഗസയിലെ മക്കളെ, അവിടുത്തെ സഹോദരിമാരെ, നിരാലംബരായ അവിടുത്തെ വൃദ്ധരെ അല്ലാഹുവെ അവരുടെ കണ്ണുനീരിന് നീ വില ഒടുക്കണമേ റഹ്മാനെ. അവരുടെ കണ്ണുനീരിന് പ്രതികാരം ചെയ്യണമേ റഹ്മാനെ. മുസ്ലിം ലോകത്തിന് മേൽ കുതിര കയറുന്ന ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുന്ന ഇസ്രയേലിനും അവരെ പിന്തുണക്കുന്ന മുഴുവൻ ശക്തികൾക്കും ആദിനെ തകർത്തതുപോലെ, സമൂദിനെ തകർത്തതുപോലെ, ഫറോവയെ തകർത്തതുപോലെ പിൽക്കാലക്കാർക്കെല്ലാം മാതൃകയാകുന്ന, മുന്നറിയിപ്പാകുന്ന രൂപത്തിലുള്ള ശിക്ഷ അവരുടെ മേൽ നടപ്പാക്കണമേ റഹ്മാനെ. തൗഹീദിനു വേണ്ടി, സുന്നത്തിനു വേണ്ടി, കലിമത്ത് തൗഹീദിൻ്റെ ഉയർച്ചയ്ക്കു വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ, എല്ലാ തരത്തിലുള്ള അകൽച്ചകളും മാറ്റി ഒരുമിച്ച് നിൽക്കാൻ മുസ്ലിം ലോകത്തിൻ്റെ നേതൃത്വത്തിനും പണ്ഡിതന്മാർക്കും നമ്മുടെ സാധാരണ പ്രവർത്തകർക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു വസല്ലം അലാ ഹബീബിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.